ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ. ഇതിനകത്ത് എല്ലാവരും എന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണോ? പിന്നെ ഓക്കെ, 3 ബുക്കും വായിച്ചവരുണ്ടോ? കൈവക്കാവോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 2 വായിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് സ്നേഹം കാമം ഭ്രാന്താണ് എന്നുള്ളത് തോന്നുന്ന ഒരു കൈവക്ക. വായിച്ചത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സാറിന്റെ എല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ അടുത്തിടയ്ക്ക് ഒരു ബുക്ക് ലോഞ്ചിൽ പോയായിരുന്നു. പ്രാണലിഖിതങ്ങൾ എന്നാണ് ആ ബുക്കിന്റെ പേര്. പ്രാണലിഖിതങ്ങൾ. അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല, ഒരു സാധാരണ ഒരു പബ്ലിഷറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോളോ ഹോസ്പിറ്റലിൽ അമ്മയെ കാണിക്കാൻ പോകുന്ന അടുത്താണ് എൻ്റെ ഒരു പഴയ സുഹൃത്ത് പറയുന്നത്, ഇങ്ങനെ ബുക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് വന്നാൽ നന്നായിരിക്കും, ജോസഫ് പറ്റാച്ച വരണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ റേഡിയോയിൽ ജോലിയൊക്കെ രാജിവെച്ച് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയം ബോബീസൺ വരുന്നുണ്ട്. ബോബീസൺ നിങ്ങൾക്ക് ഒരു പക്ഷെ ബുക്ക് വായിച്ചിട്ടുള്ളവർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, എന്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. ബോബീസൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഫാക്ടർ വരാനുള്ള കാരണമായിട്ട് തോന്നി. വീടിന്റെ അടുത്താണ്. പിന്നെ അവിടെ ചെന്ന് ഞാൻ ഏറ്റവും പുറകെ ഇങ്ങനെ ഒളിച്ചിരുന്നു. ഞാൻ ബോബീസിനെ കാണുമ്പോൾ പൊതുവെ മാറി നടക്കാറാണ് പതിവ്. നമുക്ക് ഈ ഒറിജിനലിനെ കാണുമ്പോൾ പ്ലാസ്റ്റിക്കിന് തോന്നുന്ന ഒരു കോംപ്ലക്സ് ആണ്. പ്രസംഗം പറഞ്ഞു തുടങ്ങിയത് പരിചയപ്പെടുത്തിയത് ബോബീസിനാണ്. ബോബീച്ചൻ പറഞ്ഞൊരു സംഭവമാണ് നിന്നോട് പറയാനുള്ളത്. ഈ രാവിലെയൊക്കെ കിളികൾ പാടുന്നത്, ഈ കുയിലിന്റെ പാട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രഭാതത്തെ കളറാക്കാനൊന്നുമല്ല. ഒരു കിളി രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, പേടിക്കണ്ടെന്ന് തന്റെ ഇണയോട് ഉറക്കെ വിളിച്ച് പറയുന്നതാണ് ഈ ശബ്ദം. അല്ലെങ്കിൽ പ്രകൃതിയോട് പറഞ്ഞ ഐ എം ഹിയർ, വൺ മോർ ഡേ, ഐ എം അലൈവ് എന്ന് തന്റെ പ്രിയപ്പെട്ട ആരോടൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നതാണ് ഈറ്റങ്ങളുടെ കരച്ചിൽ. നമ്മളതിനെ പോയിറ്റിക്കായിട്ട് കുയിലിന്റെ കിളിനാന്നൊക്കെ പറയും. ഓരോ എഴുത്തുകാരനും ഒരു പുസ്തകം എഴുതി എനിക്ക് തോന്നി ഇതിനു വേണ്ടി തന്നെയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര മൗലികമാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണ് അതൊന്നും ഇപ്പൊ എന്റെ പേഴ്സണലി ചോദിക്കണം എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അവനവന്റെ എന്റെ ഏറ്റവും വലിയ ഭയങ്ങളിൽ ഒന്ന് എന്റെ പുസ്തകങ്ങൾ എന്തെങ്കിലും സുഭാഷ് ചന്ദ്രനോ ബെന്യാമിനോ ഒക്കെ വായിക്കുമോ എന്നുള്ളതാണ് എന്റെ ഭയമാണത്. കാരണം എൻ്റെ ഒരു സംസാരിക്കുന്ന ലാംഗ്വേജിലാണ് ഞാൻ പുസ്തകം എഴുതിയിട്ടുള്ളത്. ചിന്തകളാണ്, വളരെ അൺകൺവെൻഷണൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാഹിത്യപരമായിട്ട് വലിയ ആഴമൊന്നും അതിനുള്ളതായിട്ട് തോന്നണില്ല. പിന്നെ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്കൊരു മൈലേജ് ഉണ്ട്. എനിക്കൊന്നൊരു 20,000-30,000 കോപ്പി ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ചാനൽ ഇറങ്ങുമ്പോൾ എനിക്ക് 25K ഫോളോവേഴ്സ് ഒക്കെ ആയിരുന്നു. അത്രയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 20,000 കോപ്പി വരെ വിൽക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്തോട്ട് ബുക്കിന്റെ മെറിറ്റിലായിരിക്കാൻ പോയിട്ടുണ്ടാവാം. പക്ഷെ അഗെയിൻ നമ്മളെ വീഡിയോസിലൂടെ ആളുകൾ കാണുന്നു. ഐ വാസ് ലക്കി. നിങ്ങൾ എന്നോട് ബുക്ക് ബെസ്റ്റ് സെല്ലർ ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഫാക്ടർ ഐ വാസ് ലക്കി. എവിടെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. എന്നെക്കാളും അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ പെടുന്ന മനോഹരമായ പുസ്തകം എഴുതുന്നവരുണ്ടാവാം, ചിലപ്പോൾ വെളിച്ചം കാണാതെ പുറത്തുണ്ടാവില്ല, അവർക്കൊരു ബ്രേക്ക് ചിലപ്പോൾ കിട്ടി കാണില്ല. പക്ഷെ എന്റെ എഴുത്തിൽ എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്നത് ഞാൻ ഏറ്റവും സത്യസന്ധനായിരിക്കുന്ന എന്റെ എഴുത്തിലാണ്. എന്റെ വീഡിയോകളിൽ പോലും ചിലപ്പോൾ കള്ളങ്ങൾ ഉണ്ടാവാം. ഞാൻ 3 തവണ വീണു പോയ ഒരു കാര്യത്തെക്കുറിച്ച് പിറ്റേ ദിവസം നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ വീണ് പോകരുതെന്നത് ഞാൻ പറയുന്നുണ്ടാവും. അത് ഞാൻ പറയുന്നത് 3 തവണ വീണ കുറ്റബോധത്തിൽ നിന്നാണ്. ഞാൻ വീണിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പറഞ്ഞ പിന്നെ വീഡിയോ കാണുന്നവരെ അത് ഇൻസ്പയർ ഇല്ലല്ലോ. ഞാൻ തോറ്റ് കരഞ്ഞ് ഇത്രയ്ക്കുള്ളോ ഞാനെന്ന കുറ്റബോധത്തിൽ നിന്ന് പിറ്റേ ദിവസം നമ്മൾ ഇങ്ങനെയൊന്നും വീണ് പോകരുത് കേട്ടോ, ആരൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ആരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടിട്ട് കേൾക്കുന്നവർ ചിലപ്പോൾ വീടുണ്ടാവില്ല. നമ്മളിപ്പോ വീഡിയോ ആയിട്ട് നേരെ വീഴാനായിരിക്കും ഉണ്ടാവും. അപ്പൊ എന്തിനാണ് വീണിട്ടും വീഴരുതെന്ന് വിളിച്ചു പറയുന്നത്? ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ജോസഫെ ഞങ്ങളെ പഠിപ്പിച്ച പഴയൊരു മാഷ് റിട്ടയറായി, അയാൾ കരൾ മാറ്റി വെക്കേണ്ട സർജറി ഉണ്ട്, കരൾ പക്ഷെ ഡൊണേറ്റ് ചെയ്യാൻ ആളുകളില്ല, നിനക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റും? ഇപ്പൊ കരളിന്റെ കാര്യവും ബ്ലഡ് ഗ്രൂപ്പും ഏജും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കരൾ കൊടുക്കാം.
എനിക്ക് ധൈര്യമില്ല. പക്ഷെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ ഈ കുറ്റബോധത്തിൽ ചവിട്ടി എന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും നമസ്കാരം. പൊതുവെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാത്തതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, അവർക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ, അയാളിങ്ങനെ ജീവനിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ഒരു ആശുപത്രി വരാതെ കിടക്കുന്നുണ്ട്. കരള് മാറ്റി വെക്കണം. അതിന് തയ്യാറായിട്ട് ആരും തന്നെ ഇപ്പൊ വരുന്നില്ല. നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിതം മടുത്തിരിക്കുകയാണ്. മരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിലെ ജീവിതം കുറച്ചെങ്കിലും മീനിങ് ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ഡൊണേറ്റ്, ഇതാണ് ഡീറ്റെയിൽസ്. നിങ്ങൾ ഈ ഭൂമിയുടെ കോണിൽ എവിടെയോ എന്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിക്ക് ഒരു ഉപകാരം ഇല്ലാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മടുത്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതാ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ അവസരം. നമ്പറും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇഫ് യു ക്യാൻ പ്ലീസ് ഡു ഇറ്റ്. 7 പേര് ഡൊണേറ്റ് ചെയ്യാൻ ചെന്നു. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, താൻ വെറുതെ വാചകട്ട് അടിച്ചല്ലേ ഉള്ളൂ, തനിക്ക് കരൾ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ഡെപ്ത് ഉണ്ടോ, കാമ്പുണ്ടോ, ഒരു നല്ല പ്രവൃത്തിയായിരുന്നു? കാരണം എനിക്ക് കൊടുക്കാൻ തരില്ല. മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കാൻ സ്കില്ലുണ്ട്. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് MBA പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ന വീഡിയോ ചെയ്യുന്ന ചെറുപ്പക്കാരൻ, നല്ല രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരന്റെ വില എന്താ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇപ്പൊ റീസെന്റ് ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ബയോ ഇട്ടിരിക്കുന്ന മുഴങ്ങുന്ന ചേങ്ങല ചിലമ്പുന്ന കൈത്താളെന്നാണ്. ഒച്ച എടുക്കുന്ന ഒരാൾ, ഒച്ച മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും സ്ട്രഗിളാണ്. എന്തെങ്കിലും നമ്മൾ ഏറണം. പക്ഷെ അതിനെ അങ്ങനെ ആവാതിരിക്കാൻ നിരന്തര യുദ്ധമാണ്. നിരന്തര യുദ്ധം എല്ലാത്തിനോടും. ആ യുദ്ധങ്ങളിൽ നിന്നാണ് എന്റെ കഥകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ സ്നേഹം, കാമം, ഭ്രാന്ത്. എല്ലാവരും പറഞ്ഞു താനത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ താനുണ്ടെന്ന്. ഒക്കെ ഞാൻ തന്നെ. അപ്പൊ എന്തുകൊണ്ടത് സ്വന്തം കഥ പോലെ എഴുതിയില്ല? അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ ആയിരിക്കും? എല്ലാം അതുപോലെ എന്റെ കഥകളല്ല. പക്ഷെ അതിൽപ്പെട്ട എല്ലാ മനുഷ്യരും എനിക്ക് പരിചയമുള്ളവരാണ്. ചിലർക്ക് എനിക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. ചിലപ്പോ തോന്നും എന്റെ റിയൽ ആയിട്ടുള്ള അങ്ങനെ തന്നെ എഴുതിയിട്ട് ഫിക്ഷനും ആത്മാവധി ഒരുമിച്ച് ബുക്ക് ഇറക്കിയാലോ എന്ന് ആദ്യം ചിന്തിച്ചിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പൊ അറിയാം. ബുക്കിന്റെ പേര് സ്നേഹം, മോഹം, ഭ്രാന്ത് എന്നാക്കിയിട്ടുണ്ട്. ഈ മോഹം ഭ്രാന്ത് ടൈറ്റിൽ വന്നപ്പോ എന്റെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ജോസഫ് തന്റെ പഴയ ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് TC വാങ്ങിച്ചു പോയ ആളാണ് എന്റെ മോള്. വാട്ട്? ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ചാറ്റും ഞാൻ നോക്കാറുണ്ട്. റിപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നതിനെ റിപ്ലൈ ചെയ്യാറുള്ളൂ. ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, മാം റിപ്ലൈ ഒന്നും കൂടി പറയാമോ? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബോർഡിംഗ് സ്കൂളിലാണ്. ഇവർ കുവൈറ്റിലാണ്. ഇപ്പൊ മകളുടെ സ്നേഹം, കാമം, ഭ്രാന്ത് ബുക്ക് കണ്ടിട്ട് സിസ്റ്റർ വാർഡൻ പറഞ്ഞു, ഇത്തരം പുസ്തകങ്ങൾ ഇവിടെ വായിക്കാനോ കൊണ്ടു നടക്കാനോ പാടില്ല, തിരിച്ചുതരാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഇത് ജോസഫ് എന്നെ കൂട്ടി അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പോപ്പുലാരിറ്റിയുടെ വിത്തല്ല, നല്ലത് പറയുന്നു എന്നതിന് പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഈ പുസ്തകമാണ്. അപ്പൊ സിസ്റ്റർ ദൈവത്തിന്റെ ചാർമാർക്ക് ഇതിനകത്ത് കുമ്പസാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അയാൾ ഈ ദിവസം പക്ഷെ സ്നേഹം ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. അവൾ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ വെച്ച് നിനക്കെന്താ വന്ന്? എന്തൊരു ബുക്ക്, ഇതിനകത്ത് എന്തൊരു വൃത്തിയേടുമില്ല. ഞാൻ വായിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കാമോളം എത്ര വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. നീ എന്താ ചെയ്യുന്നു പറഞ്ഞു. ഇവളുടെ അമ്മാമ്മയുടെ ഒപ്പം താമസിക്കണേ. ഇവിടെ അമ്മാവയോട് എനിക്ക് TC ആണ്, എനിക്ക് ഇവിടുന്ന് പഠിക്കണ്ട. ആ സ്ഥാപനം വിട്ട് വേറെ സ്ഥാപനത്തിൽ പോയി അവർ ജോയിൻ ചെയ്തു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുമ്പോൾ കാമം എന്ന വാക്ക് അവളെ പേടിപ്പെടുത്തുന്നില്ല. അങ്ങനെയുള്ള തലമുറയെ കാണുമ്പോൾ എനിക്ക് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യമുണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ ബുക്ക് പൊതിഞ്ഞു വായിക്കുന്നവരുണ്ട്. ഇങ്ങനെ എന്നോട് പറയും, ജോസഫിന്റെ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ചാരന്മാർ, ബലി തോട്ട്സ്മിന്റെ മറ്റേ സ്നേഹം, അതും
ചിലർക്ക് സ്നേഹം മറ്റേ ഭ്രാന്ത്, അതിന്റെ ഇടയിൽ കാമം. ഒരാളെന്നോട് വീട്ടിൽ വന്ന കാമഭ്രാന്ത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ട്. വീട്ടിൽ വന്ന ഈ വീട്ടിലേക്ക് സ്നേഹം ഭ്രാന്ത്, ഈ കാമം എന്ന വാക്കിനെ അഡ്രസ് ചെയ്യാൻ. അപ്പൊ നമ്മള് DC-യോട് പറഞ്ഞു നമുക്കൊരു ക്യാമ്പയിൻ ചെയ്യാം, ഇന്ന് അടുക്കലത്തെ പേര് എന്തുകൊണ്ട് കാമെന്ന് പറഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ കുറച്ച് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യട്ടെ. അങ്ങനെ പറയാണ് നമ്മൾ സ്നേഹം മോഹം ഭ്രാന്ത് എന്നാക്കിയത്. പിന്നെ എനിക്ക് ഇവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി നമുക്ക് ഈ ടൈറ്റിൽ മാറ്റണ്ട, ഇത് തന്നെ തുടരാമെന്നാണ്. പക്ഷെ പേഴ്സണലി സർ എനിക്ക് അതേ പേര് തന്നെ പോകണമെന്നാണ്. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയതാണ് ഇതിനു വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിക്ക് ഈ ബുക്ക് ഗിഫ്റ്റായി കൊടുക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടൂ. അതിനൊരു ടീച്ചർ പറഞ്ഞത് പിള്ളേർ കോപ്പി അടിക്കണ്ടോന്ന് അറിയാൻ വേണ്ടി സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോ കാമത്തിനെ പഠിക്കുന്ന കൈ വെച്ചിട്ടാ വായിക്കുക. പോപ്പുലേഷൻ നമ്മൾ ഒന്നാമത് എന്താ ഇഷ്ടംപോലെ പോൺ സൈറ്റുകളുണ്ട്. ഞാൻ ഈ അടുത്തിറങ്ങിയ ടെലഗ്രാമിൽ കയറി. എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. സിനിമ മാത്രം കിട്ടുന്ന ഇടമാണ് ടെലഗ്രാം എന്നാണ്. എന്തേ നേരത്തെ അറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കൗതുകത്തിന് നമ്മുടെ പുതിയ റൈറ്റപ്പിന്റെ ഭാഗമായിട്ട് പേരുകൾ നോക്കണം. ഇത്തരം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ പേരുകൾ. മാൻ, ക്രിയേറ്റിവിറ്റി. പേരുകൾ ഇപ്പം പറയുന്നത് കാരണം യൂട്യൂബിൽ എല്ലാവരും അത് ടൈപ്പ് ചെയ്തു അതിന്റെ പിന്നാലെ പോകും. പുതിയ 2 പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ബുക്കുകൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പുരോഗമിക്കുമ്പോ, കാരണം ഈ ഇന്ന് ഫേസ്ബുക്കിന്റെ ട്രെയിനിങ്ങിന് പോയായിരുന്നു. ഞാൻ എവിടെയോ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. USA ട്രെയിനിങ്ങിന് പോയപ്പോ ഫേസ്ബുക്കിന്റെ ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് കിട്ടിയത്. അതിപ്പോ മെറ്റയുടെ ട്രെയിനിങ്. അവർ പറയുന്നത് ഫേസ്ബുക്കിൽ ഏറ്റവും വിറ്റഴിക്കുന്ന കോണ്ടന്റ് സെക്സും വെറുപ്പുമാണ്. എനിത്തിങ് റിലേറ്റഡ് ടു സെക്സ് യു സ്പീക്ക് വൈറലാവും. ഫേസ്ബുക്ക് ആദ്യം ഫേസ്ബുക്കിന് 4 സ്മൈലീസ് ഒന്നും, ലൈക്ക്, ലവ്, കണ്ണിൽ ലവ് വരുന്നത്, ചിരിക്കുന്നത്, അങ്ങനെ എന്തോ ആയിരുന്നു. ഇൻസ്റ്റഗ്രാം കയറി വന്നപ്പോഴാണ് ഫേസ്ബുക്ക് ആംഗ്രി ഇമോജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എത്ര ആംഗ്രി ഇമോജീസ് കൂടുതലുണ്ടോ അത് കൂടുതൽ വൈറലാവും ആ പോസ്റ്റ്. വെറുപ്പിന്റെയും സെക്സിന്റെയും ലോകത്ത് ഒരുപക്ഷെ ആ വാക്കിനെ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് ഉപയോഗിക്കപ്പെടണം എന്ന് തോന്നുന്നു. കുറച്ച് ക്ലീൻ ആയി, കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് അഡ്രസ് ചെയ്യപ്പെടണം എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് തോട്ടിൽ നിന്നാണ് ഇതൊക്കെ എഴുതിയത്. ഇനി ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ 3 ബുക്കുകളെയും കുറിച്ച് ചോദിക്കുമ്പോ എനിക്ക് എന്റെ എഴുത്തുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എഴുതുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളില് തട്ടുമ്പോൾ ഒരു ചലനം ഉണ്ടാവുമ്പോൾ ചില ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കാണ് എനിക്ക് എഴുതാൻ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഫോർമാളിൽ പോയപ്പോ, ഞാൻ ഫോർമാളിൽ ആദ്യമായിട്ടാണ് പോകുന്നൊരു സിനിമ ആണ് കൊച്ചിയിലെ. അപ്പൊ ഒരു തട്ടോട്ട പെൺകുട്ടി ഹായ് മോട്ടിവേഷൻ എന്നെ അഡ്രസ് ചെയ്തു. ഹായ് മോട്ടിവേഷൻ. എന്റെ പേരെന്തോ മോട്ടിവേഷൻ കെ ജോസഫ്. അപ്പൊ എന്റെ കൂടെയുള്ള ഋഷികേഷും പാർവതിക്ക് അവർ ചിരി അടക്കാൻ വേണ്ടി അവരിങ്ങനെ തിരിഞ്ഞേക്കുന്നുണ്ട്. ഞാൻ മോട്ടിവേഷൻ നിങ്ങളെ കാണലുണ്ട്. അതാണ് ഒരു വീഡിയോ എടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിച്ചോളൂ. പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ആരോ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനുശേഷം എന്റെ ഒരു കൂട്ടുകാരൻ അവരോട് വരാൻ ഉണ്ട്. അപ്പൊ നമ്മൾ സമയം കളയാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുന്ന സ്ഥലത്തോട്ട് കയറുന്നു. അവിടെ കോസ്മെറ്റിക്സ് ഉണ്ട്. ഒരു പെൺകുട്ടി ഭയങ്കര ചിരിച്ച് ബബ്ലി ആയിട്ട് ക്യൂട്ടസ്റ്റ് സ്മൈൽ ഓടിയിട്ട്, സാർ ഫേസ് ക്രീം, ഫൗണ്ടേഷൻ, അങ്ങനത്തെ ഫേസ് ക്രീം എന്തെങ്കിലുമൊക്കെ വേണോ? ഒന്നും വേണ്ട. ഓക്കെ, മാഡത്തിന് എന്തെങ്കിലും വേണോ? ഇല്ല, അവർക്കും വേണ്ട. ഇത് കഴിഞ്ഞ് 3ാമത് നമ്മള് മെന്നിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. എസ്കലേറ്റർ കയറി പോകണം. എസ്കലേറ്റർ കയറാൻ വേണ്ടി അവിടെ നിന്ന് തൊപ്പി വെച്ചൊരു സെക്യൂരിറ്റി ചേച്ചി ചിരിച്ചുകൊണ്ട് വരണം. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു വേറെ ട്രാക്കിലോട്ട് കയറി. ഇത് മൊത്തം കോമഡി ആണല്ലോ ദൈവം പറ്റില്. ചേച്ചിട്ട് ഹലോ ഹായ് ഒക്കെ കാണലുണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാലേ നമ്മള് ദിവസം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സഹായിക്കും. എന്റെ മോള് സൂയിസൈഡ് ചെയ്ത് 6 മാസം മുമ്പ്. ഡിപ്രഷൻ ആയിരുന്നു. പരീക്ഷ പഠിക്കുന്നൊന്നും ഓർമ്മയിൽ നിൽക്കണില്ല, അങ്ങനെ എന്തോ പറ്റണില്ല എന്നോർത്ത് ഡിപ്രഷൻ എന്നാണ് ആത്മഹത്യ ചെയ്തു. 6 മാസമായിട്ടുള്ള. അത് പറയുമ്പോ നമുക്കിങ്ങനെ വെരി സ്പ്ലിറ്റ് സെക്കൻഡ് കണ്ണിങ്ങനെ അവരുടെ നിറഞ്ഞോടുന്നതല്ലേ, അതിങ്ങനെ ഫില്ലാവുന്നു. പറയുന്നു എല്ലാ വീഡിയോസും കണ്ടു തീർത്തു.
പുതിയതൊക്കെ ചെയ്യും. കാരണം ചിലപ്പോൾ ഞാൻ കണ്ടത് വീണ്ടും കാണും, ചിലപ്പോൾ അത് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വീണ്ടും വീണ്ടും, ചിലപ്പോൾ ഇതിനെ കുറിച്ചൊന്നും അല്ല പറയണേ, ചിലപ്പോൾ തമാശയായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ദിവസങ്ങൾ പോകണമല്ലോ. എന്റെ ഉള്ളിൽ പോലെ ഒരു പരിഹാസം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു തുടക്കത്തില്. കാരണം ആദ്യത്തെ ഒരു ഹൈ മോട്ടിവേഷൻ, ഫേസ് ക്രീം, അടുത്ത ആള് അപ്പൊ ഒരു പേനും പേപ്പറോട് ഞാൻ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ. എന്തില്ല അന്ന് രാത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും, എനിക്കുണ്ടായ ഒരു അനുഭവം വരും. ചിലപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അനുഭവം പണ്ട് ഉണ്ടായത് ചേർത്ത് വന്ന് ചിലപ്പോൾ ഒരു ചാപ്റ്റർ വരും. ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ ബുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ഇതുപോലെ തന്നെ. അത് പറയാൻ പറ്റില്ല, ഇനി അപ്ലോഡ് ആവുമല്ലോ അല്ലേ. ദീപ്തി കൊടുത്തിട്ട് മിണ്ടിപ്പോ വരുന്നു. ഇതുപോലെ തന്നെ ഒരു മൊത്തം പറയുന്നില്ല, ഒരു വയനാട് ഒരു പ്രോഗ്രാമിൽ വിളിച്ചാണ്. ഐ വാസ് ഹൈലി ഇറിറ്റേറ്റഡ്. കാരണം ഒന്ന് അവിടെ വരെ പോകാൻ നമ്മളൊരു പേയ്മെന്റ് പറഞ്ഞു, അവർ ഓക്കെ എന്ന് പറഞ്ഞു. വയനാട് വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നും ഗിയർ ബാലൻസിന്റെ ഇഷ്യൂ, ഞാൻ ആകെ ഹെൽത്ത് വളരെ മോശമായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒഴിവാക്കാനായിട്ട് കുറച്ച് കൂടുതൽ റേറ്റാ പറഞ്ഞു, പക്ഷെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോണേന്റെ 2 ദിവസം മുമ്പ് ആ പാർട്ടിയുടെ യൂത്ത് ലീഡർ, സംസ്ഥാന ലീഡർ എന്നെ വിളിച്ചൊരു ദിവസം, പിള്ളേര് തട്ടിക്കൂട്ടി നടത്തുന്ന പരിപാടിയാണ്, റേറ്റ് ഒന്ന് കുറയ്ക്കണം. നിങ്ങളെപ്പോലുള്ള ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ പെടുകയുള്ളൂ. ഇത്രയും ദൂരം വരണ്ടേ സാർ, എൻ്റെ ഒരു 2 ദിവസം പോകും, ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോകേണ്ട ദിവസം വന്ന് ഇവരെ വിളിച്ചിട്ട് പറയണം, സാർ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, സാറിന് കാർ ഓടിച്ച് വരാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് അവിടെ വരെ കാർ ഓടിച്ച് പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? അപ്പം പറഞ്ഞ്, ചേട്ടാ ഞങ്ങൾ കോഴിക്കോട് വരെ വരാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്തോളാം. ഇത് ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾക്കും തോന്നണില്ലേ? പോണേന്റെ അന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടിക്കറ്റ് ഇല്ല, എന്നോട് വണ്ടി ഓടിച്ചു വരാൻ പറഞ്ഞാൽ. അപ്പൊ ഞാൻ എന്നോട് നമ്മൾ കുറച്ച് കടുംപിടുത്തം പിടിക്കേണ്ട ചില കാര്യങ്ങളിൽ വല്ലാണ്ട് ലീനിയന്റ് ആവണം, കുറച്ച് പോളിസീസും പ്രിൻസിപ്പിൾസും വേണം. അന്ന് എങ്ങനെയൊക്കെ ഒരു മാജിക് ഒക്കെ നടന്നു. ഞാൻ ആ യാത്ര പോയി വന്നു. ദാറ്റ് വാസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡേയ്സ് ഇൻ മൈ ലൈഫ്. അതൊരു ഭീകര സ്റ്റോറിയാണ്. അന്ന് രാത്രി ഞാനിങ്ങനെ നോട്ട് പാഡിൽ എഴുതി വയ്ക്കും, അവന്റെ പേര് അലൻ _ ട്രെയിൻ _ ഹോട്ടൽ _ ആക്സിഡന്റ്. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. ചില ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും. നമ്മൾ എഴുതിയത് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും, ടൈപ്പ് ചെയ്ത് അവസാനം എഴുതി ഉഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ കരയുന്നു. സഹല എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, സ്നേഹം കാംഫ്രാന്തില്. അത് വായിച്ചിട്ട് എന്റെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ പോയി. സലയെ കുറിച്ച് ഞാൻ തന്നെ എഴുതുന്നത്, ഞാൻ കണ്ടൊരു ബ്യൂട്ടിഫുൾ ലേഡിയെ കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും ഭംഗിയായിട്ട് എന്റെ വാക്കുകളിലേക്ക് ഒതുക്കുന്നു. അങ്ങനെ എഴുതി കഴിയുമ്പോൾ I was in the mood. The writer is having sex with leader of his story. ബേസിക്കലി ഞാനൊരു റിബലാണ്. 10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോയി ഫിലോസഫി പഠിച്ചു തുടങ്ങി. എല്ലാവരും ഫിലോസഫി പഠിച്ചാൽ അതൊരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ, അപ്പൊ ഒരു വർഷം നഷ്ടമാവില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് എനിക്ക് വയ്യാതെ ഞാൻ നിർത്തി. എല്ലാവരും പറഞ്ഞു, ജോസഫ് അങ്ങനെ നിനക്കൊരു വർഷം പോകില്ല. എനിക്ക് പറ്റണില്ല, ഇറങ്ങിയ ഓടി. എവിടെയാ പഠിക്കുന്നത്? ബാംഗ്ലൂർ പഠിച്ചാൽ കൊള്ളുന്നുണ്ട്. ബാംഗ്ലൂർ പോകുന്നു, അവിടെ നിന്ന് MBA പഠിക്കുന്നു. MBA തോക്കുന്നു. ഞാൻ തോക്കട്ടെ, ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ്. എനിക്ക് പറ്റണില്ല പഠിക്കാൻ കണക്കൊന്നും. പിന്നെ ഒരു ചിന്തൊന്ന് കൂട്ടുകാർ വന്ന് പഠിപ്പിക്കാൻ സഹായിക്കുന്നു, രക്ഷപ്പെടുന്നു, ജോലി കിട്ടുന്നു. ജോലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ അവസ്ഥയുള്ളത്? ആദ്യത്തെ 2 വർഷമൊക്കെ ഇഷ്ടപ്പെടാൻ നോക്കി. പക്ഷെ ഞാൻ ഓഫീസിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം ഓഫീസിലെ എൻവയോൺമെന്റ് ഭംഗിയാക്കുക എന്നുള്ളതാണ്, ബിസിനസിനേക്കാളും. മാസം 70,000 ആയിരുന്നു സാലറി. അതായത് ജോലി കയറി 5ാം വർഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. സ്വന്തമായിട്ട് ലാപ്ടോപ്പ്, ട്രാവലൊക്കെ ഫ്രീ. ആ ജോലിയും വേണ്ടെന്ന് വെച്ചു. എന്റെ ബോധ്യമാണോ? അപ്പനമ്മയെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വട്ടം തീരുമാനം തന്നെയാണ്. അങ്ങനെയൊക്കെ വേണ്ടി ബരീഡ് തോട്ട്സ് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിന് 50,000 കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. മാസം വിറ്റ് പോകുന്നത് 3 കോപ്പി. എന്റെ അപ്പനൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ കോഴി കച്ചവടം നടത്തണം, അവിടെ ഇവിടെ കൊണ്ടു വെച്ചായിരുന്നു. പിന്നെ ലക്ക് ഓർ എന്തോ എനിക്ക് പേരറിഞ്ഞൂടാ, എന്റെ വീഡിയോ വൈറലാവുന്നു, പിന്നെ DC ആയിട്ട് കണക്റ്റഡ് ആവുന്നു. ഞാനിത് എഴുതുമ്പോഴൊക്കെ ആദ്യത്തെ എഴുത്തില് റബലാണ്, അങ്ങനെ എഴുതാം. ചില സമയത്തേക്ക് എനിക്ക് എന്നെ പേടിയാവാറുണ്ട്.
കാരണം പൊതുവെ നമ്മളിപ്പോ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സമാധാനപൂർവ്വ സന്തോഷം അങ്ങനെ തന്നെയാണ് പരിശ്രമിക്കുന്നതും. പക്ഷെ ചില ആളുകൾ കൃത്യമായിട്ട് എനിക്ക് എതിർക്കാൻ ഞാൻ എതിർത്തിരിക്കും. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വളരെ ടൈം കോൺഷ്യസ് ആണ്. എന്നോട് 7 മണി എന്ന് പറഞ്ഞാൽ ഞാൻ 6:55 അവിടെ ഉണ്ട് ഇന്ന് വരെ. ഒരിക്കൽ പോലും കാര്യത്തിന് വൈകിട്ടില്ല. കാരണം സമയം വളരെ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെക്കാൾ മറ്റുള്ളവരുടെ സമയം 7:05, 7:10, 7:15 വരെ നമുക്ക് ഓക്കെയാണ്. 7:30 ഞാൻ കാര്യം ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ലീവിങ് അറിയാൻ പോവാറ്. ഇപ്പൊ സിനിമ കാണുമ്പോൾ പോലും എന്റെ ഫ്രണ്ട്സിന് അറിയാം സിനിമയ്ക്ക് കൃത്യസമയത്ത് എത്തണം. സിനിമ ആസ്വദിക്കുന്നതിന് ഫുൾ അതിന്റെ തുടക്കം വരെ കാണണം. ഇപ്പൊ ഇത് എഴുതുമ്പോൾ പോലും ഇതെന്റെ ഉള്ളിൽ ആരോ തോന്നിപ്പിച്ച ചിന്തയാണ്. ആദ്യത്തെ എഴുത്ത് അങ്ങെഴുതി തീർക്കാണ്. ഇതിനകത്ത് വീഡിയോ സെക്ഷനെ കുറിച്ചുള്ള ഭാഗം സഹല ഉണ്ട്. സഹലയെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യുന്ന നായകനുണ്ട്. അതൊക്കെ അമ്മയും വായിച്ചിട്ടുണ്ട്. അമ്മ ഒരു ബയോളജി ടീച്ചർ ആണെന്നുള്ളത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ലെവലിൽ തന്നെ നിൽക്കുന്ന കുറച്ച് മനുഷ്യർക്കാണ്. താഴത്തുള്ളവർ അവിടേക്ക് എത്തിയാ വേണ്ടത്. നമുക്ക് അവർക്ക് വേണ്ടി താഴ്ത്താൻ പറ്റില്ല. അതുകൊണ്ട് എഴുത്തിലെയും ഒരു ബേസിക്കലി റിബൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അധികം ഭയമില്ലാത്തത്. പിന്നെ ഓഫ് കോഴ്സ് വീട്ടിലൊരു ആക്സെപ്റ്റൻസ് ഉണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എഴുതുമ്പോൾ. അതുകൊണ്ട് അധികം ഭയക്കേണ്ടതില്ല. പിന്നെ ചില സമയത്ത് ഇപ്പൊ ദൈവത്തിന്റെ ചാരന്മാർ, ദൈവത്തിന്റെ തുണ്ടുകഥ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആക്ച്വലി ആ ഫിസിക്കൽ എൻകൗണ്ടർ കഴിയുമ്പോൾ അത് ഞെട്ടി എഴുതുന്ന സ്വപ്നമായിരുന്നു. സ്വപ്നമായിരുന്നില്ല. ദാറ്റ് വാസ് ഇൻ എ ഡ്രീം. പക്ഷെ ഞാൻ എല്ലാ ഡ്രാഫ്റ്റ് എഴുതി എന്റെ മകനെ പോലെ കാണുന്ന ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ട് കാണിക്കുന്നു. അയാളെല്ലാം വായിച്ചിട്ട് പറഞ്ഞു, മോനെ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ലോട്ട് ഓഫ് ഗുഡ്നെസ്. ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ സംഭവം ഉണ്ട്. ഐ നോ അത് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണെന്ന്. എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പറഞ്ഞിടുന്ന ആശയം നീ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതില് അത് എഴുതിപ്പോ എനിക്കിനി റീവർക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്കിതിനെ സ്വപ്നാക്കിയാലോ. അങ്ങനെ ദൈവത്തിന്റെ തുണ്ടുകഥ സ്വപ്നമായി. അത് ഇറങ്ങിക്കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ചില കൂട്ടുകാര്, എന്നെ പഠിപ്പിച്ച അധ്യാപകര്, ജോസഫെ ആ പേജിലെത്തിയിട്ട് പിന്നെ എനിക്ക് മറക്കാൻ ധൈര്യം ഉണ്ടായി. പിന്നെ സ്വപ്ന എന്ന് പറഞ്ഞപ്പോഴാണ് ജോസഫ് എനിക്ക് ശ്വാസം നേരെ കിടന്നത്. ഈ വീഡിയോ അവരൊക്കെ കാണട്ടെ, അതിനുശേഷം അവരുടെ കൂടെ ഉണ്ടാവും നമുക്ക് ആലോചിക്കാം. അപ്പൊ ദർ ഈസ് ബേസിക്കലി റിബൽ. ഇനിയെങ്കിലും സത്യസന്ധനായിട്ട് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ധൈര്യമായിട്ട് വിളിച്ചു പറയുന്നത്. താങ്ക് യു. ഗുഡ് ക്വസ്റ്റ്യൻ. എഴുത്തിലേക്ക് വന്നത് എഴുതാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലൊരു പുസ്തകം വായിച്ചപ്പോഴാണ്. ശാന്താറാം എന്നാണ് ആ ബുക്കിന്റെ പേര്. എന്റെ ബുക്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്രിസണർ. അവിടുത്തെ ജയിലിൽ ചാടുന്നു, വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി ഇന്ത്യയിൽ വരുന്നു, നോർത്ത് ഇന്ത്യൻ മാഫിയയുടെ വലങ്കയായി മാറുന്നു. പണ്ടത്തെ ആനവാൽ മോദനം എന്നൊരു പടമുണ്ട്, കണ്ടിട്ടോന്ന് അറിയില്ല. ഒരു സായിപ്പായിട്ടുള്ള വില്ലന്റെ, ബ്രൂണോ എന്നാണ് അയാളുടെ പേര്. അതൊക്കെ ഇയാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അയാള് ഈ ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് ഇവിടെ വരുന്ന അയാൾ ഒരു ജെന്റിൽമാൻ തീഫാണ്. പക്ഷെ കത്തി കാണിച്ചിട്ട് പൈസ ആടാന്ന് പറയുമ്പോൾ പേടിച്ചിട്ട് 1000 രൂപ കൊടുത്താൽ 500 മതി ബാക്കി വെച്ചോളാൻ പറയുന്ന ഒരാളാണ്. ആരെയും കുത്തി നോവിക്കാത്ത തീഫ് ഗുണ്ട. അയാൾ ഡോക്ടറാണ്. ആ തെരുവിൽ താമസിക്കുമ്പോൾ അവിടെയുള്ളവർ പലരെ പനിയും മുറിവൊക്കെ അയാൾ വെച്ച് കിട്ടുന്നുണ്ട്. ശാന്തനായ ഒരാൾ. അങ്ങനെ അയാൾക്ക് ശാന്താറാം എന്ന് പേര് വരുന്നു. അയാൾ പറയുന്ന അയാൾക്ക് പ്രണയം തോന്നിയ പെൺകുട്ടിയെ കുറിച്ച്, അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച്, അയാളുടെ മകളെ കുറിച്ച്, അയാളെ പീഡിപ്പിച്ചവരെ കുറിച്ചൊക്കെ അയാൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയണേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. തന്റെ വേദന, ഒരു വരി അതിനകത്തുണ്ട്, ചങ്ങലകളാൽ ബന്ധിതനായിട്ട് എന്നിങ്ങനെ പോലീസുകാർ തല്ലുമ്പോൾ ഞാൻ അലകരുന്നു. എനിക്കിപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. ഇവനോട് വേണമെങ്കിൽ എനിക്ക് ക്ഷമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അയാൾ അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ആ ജയിൽ മുറിയിലിരിക്കുമ്പോൾ അയാൾ ചിന്തിക്കണം, മേ ബി എനിക്ക് ഒരാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതും സ്വാതന്ത്ര്യമാണ്. ഒരാളുടെ ലൈഫിലെ ചെറിയ കാര്യങ്ങൾ വളരെ മനോഹരമായി എഴുതി വെച്ചാൽ എനിക്ക്, ഞാൻ ആദ്യം എഴുതിയ എന്റെ ബാംഗ്ലൂർ പഠിക്കുമ്പോഴുള്ള അടുത്ത സുഹൃത്തിനെ കുറിച്ചിട്ടാണ്. കാർല, ബറി തോട്ട്സിലെ ക്യാരക്ടറാണ്. ആളെ കുറിച്ച് ഒരു ബ്ലോഗ് എഴുതി. എനിക്കിങ്ങനെ എഴുതുമ്പോ ഈ ശാന്താറാം പോലെ എഴുതാൻ തോന്നി. എഴുതി കുറച്ചേർക്ക് അയച്ചു കൊടുത്തു. ചിലർക്ക് നല്ലതാന്ന് പറഞ്ഞു. പിന്നെ ഓഫീസിൽ മെയിൽസിന്റെ ഒപ്പം ഞാൻ എന്റെ മെയിലിന്റെ ഇതിന്റെ ലിങ്കും അയച്ചു കൊടുക്കാൻ തുടങ്ങി. കുറെ പേര് നിർത്തിക്കോന്ന് പറഞ്ഞു. ഇത് എനിക്ക് അധികം അയക്കണ്ട, മറ്റേ തീപ്പന്തം ജോസഫ് അങ്ങനെയൊക്കെ പേര് വന്നു എനിക്ക്. അങ്ങനെ 35-40ഓളം ബ്ലോഗുകൾ എഴുതി. ഈ ജോലി മടുത്തു തുടങ്ങി. അപ്പൊ എന്റെ വിചാരം ബുക്ക് വിറ്റ് കുറെ പൈസ ഉണ്ടാക്കി ജീവിക്കാന്നാണ്.
ഞാൻ ആദ്യം വിചാരിച്ചു ബുക്കിന്റെ പുറകിലെ പൈസ ഫുള്ള് നമുക്ക് കിട്ടുന്നതാണ്. അതോ 10 50 മറ്റോ സാലറി രക്ഷയുണ്ട്, എങ്ങനെയാണ് നിൽക്കാം. ഇത് കേൾക്കണം മണ്ടനായിരുന്നു. അപ്പൊ 35 ബ്ലോഗിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് 20 എടുത്തിട്ട് ബുക്ക് ഒരു 200 രൂപ ഇട്ടാൽ ഞാൻ തന്നെ കൊണ്ടുകൊടുക്കില്ല അവിടെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ മൈൻഡ്. കാരണം അന്ന് ഭ്രാന്താണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓട്ടോ ഷോട്ടിങ്ങനെ മാട്ടിച്ചെന്നോട് ചോദിച്ചാൽ ചേട്ടാ ഒരു ദിവസം ഓട്ടോ ഷോട്ട് എത്ര കിട്ടും, ഒരു 5-6 ഓട്ടോ ഉണ്ടെങ്കിൽ എത്ര കിട്ടും. ഞാൻ ഓരോ ചോദിക്കാനും എനിക്ക് വേറൊരു കഴിവില്ല. എനിക്ക് സംസാരിക്കാൻ പോലുള്ള കഴിവുണ്ട്. ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞാണ്. ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് വൈറലായി. സ്വപ്നത്തിലും കരുതിയത് വൈറലാകും. രണ്ടാമത്തെ വീഡിയോ ചെയ്തു, പേര് പറയാണ്ട് ഇത് വൈറലാകുമോ എന്നറിയാൻ. അപ്പൊ അഞ്ജലി മേനോൻ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയില്ല, പക്ഷെ മനോഹരമായി സംസാരിക്കും. ഷിറ്റ് പേര് പറയായിരുന്നു. അങ്ങനെ എഞ്ചിനീയർ ദാസ് എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ ഇതെന്താണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെയാണ് ഇത് വൈറലായത്. അപ്പോ അന്നപ്പോഴേക്കും ബുക്ക് ഇറക്കിയിട്ടുണ്ട്. സെൽഫ് പബ്ലിഷിംഗ് ആയിരുന്നു. ഒരുപാട് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. DC-ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, മാതൃഭൂമിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും മലയാളം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബുക്ക് ഇംഗ്ലീഷ് ആയിരുന്നു. എല്ലായിടത്തും മറുപടികൾ വരുന്നില്ല. പിന്നെ ഞാൻ ജോലി രാജിക്കുന്നു. എനിക്ക് എങ്ങനെയും ഇതിലൊക്കെ ഒരു സമയം പോകണം, ഇതിലൊക്കെ ഇറങ്ങണം. എന്റെ സ്വന്തം പൈസക്ക് ബുക്ക് ഇറക്കും. എന്റെ മനസ്സിൽ കാണുന്ന വിഷ്വൽസ് ഇതാണ്. എന്റെ അപ്പച്ചൻ പുസ്തകം മറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കുളിർ. എന്റെ ഓഫീസിലെ ആളുകൾ ജോസഫ് എഴുതിയ പുസ്തകം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം. ഇതിന്റെ അപ്പുറത്തോട്ട് ഒരു ചിന്തയില്ല. മൗലികമായിട്ടോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ വൈസോ ഒരു ബുക്ക് എഴുതിയ എഴുത്തുകാരനാവണം. രണ്ടുപേരും അതിനെ കുറിച്ചൊക്കെ പറയുന്നു, എന്റെ ഫോട്ടോ വരുന്നു. ബാലിശമായിരുന്നു. പക്ഷെ ആ ബുക്കിൽ ഒരുപാട് പേര് പണിയെടുത്തായിരുന്നു സിൻസിയർ ആയിട്ട്. എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു 6-7 പേരുടെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ആ വീഡിയോ വൈറലായപ്പോൾ DC അന്വേഷിക്കുന്നു, നമ്മൾ DC-ക്ക് കൊടുക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ബുക്ക് അങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. ദൈവത്തിന്റെ ചാർമാർ എഴുതുമ്പോൾ ഞാൻ പോപ്പുലർ ആയിട്ടുണ്ട് ചെറിയ തോതിൽ. ഒരുപാട് അനുഭവങ്ങളുടെ ഇൻഫ്ലോ ഉണ്ടായിരുന്നു. ഒത്തിരി അനുഭവങ്ങൾ. എനിക്ക് ഫിൽട്ടർ ചെയ്യാൻ ഇഷ്ടംപോലെ അനുഭവം ഉണ്ട്. ഒരു 100 അനുഭവത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട 21 എടുത്തിട്ടാണ് അത് എഴുതിയത്. സ്നേഹം കാമം ഭ്രാന്തം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ സ്വയം ചലഞ്ച് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. ഒരു ഫിക്ഷൻ പോലെയൊക്കെ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും, കുറച്ച് റോ ആയിട്ട്. ഈ ശരിക്കും ജോസഫ് അന്നംകുട്ടി ഇമേജിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇങ്ങനെ പേരിട്ടത്. ഓഫ്കോഴ്സ് ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്നൊരു പേരിൽ നിന്ന് സ്നേഹം കാമം ഭ്രാന്ത് എന്നൊരു പേരിലേക്കുള്ള ഡൈവേർഷൻ ഞാൻ ഈ സെമിനാരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയ പോലെയാണ്. സെമിനാരിൽ 3 വർഷം പിന്നെ ബാംഗ്ലൂർ പോയി. ഓഹ് വാ ജമ്പ്. ഈ സിനിമയിലെ പോലെ മറ്റേ കട്ടാണത്. തിരിഞ്ഞു നോക്കുമ്പോ ഏതാണ് നല്ലത് ഏതാണ് മോശം തിരിഞ്ഞു നോക്കുമ്പോ അറിഞ്ഞുവിടന്നീ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതാമായിരുന്നു. ചില ചാപ്റ്ററൊക്കെ ഒന്ന് മാറ്റി എഴുതണോ, ചിലപ്പോൾ തോന്നും ചിലപ്പോൾ തോന്നില്ല. ഓരോ പ്രായത്തിനും ഈ ബുക്ക് ചിലപ്പോൾ ഇന്ന പ്രായത്തിൽ പെടുന്നവരെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ടാവും. അവരെന്നെ ചിലപ്പോൾ ഒരു 40 എത്തിക്കഴിഞ്ഞ് ദൈവത്തിന്റെ ചാരന്മാർ വായിക്കും, അയ്യോ ഇതൊക്കെ ക്രിഞ്ചാണെന്ന് ചിലപ്പോൾ പറയും. നമുക്ക് പഴയ ചില പടങ്ങൾ, എപ്പിക് പടങ്ങളൊക്കെ കണ്ടായിട്ട് നമുക്ക് ക്രിഞ്ചാന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പോഴത്തെ കോടതി സീനുകൾ സിനിമയിൽ കാണിക്കുന്നതും പണ്ടത്തെ കോടതി സീനുകൾ വ്യത്യാസമില്ലേ? പണ്ട് പൊട്ടിത്തെറിക്കും, അങ്ങനെ നിന്ന് കാണിക്കുന്നില്ല. പക്ഷെ അന്നത് അനിവാര്യമായിരുന്നു. നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ആ മാറ്റം എഴുത്തിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹ്യൂമറാണ്. എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു സാധനം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കൊച്ചു പുസ്തകം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നു ഉണ്ടല്ലേ? എ സ്മോൾ ബുക്ക്, ഒരു സ്ക്വയർ ഷേപ്പിൽ. ഞാൻ ഇൻസ്റ്റയിലാണ് പൊതുവെ ഹ്യൂമർസ് ആയിട്ട് എന്തെങ്കിലും എഴുതുക. നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയണ്ടാവും. അതായത് ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് ശിഷ്യൻ ചോദിച്ചു, ഗുരു എനിക്ക് മനസ്സമാധാനമില്ല, അത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നറിയപ്പെടാൻ കോപ്പം എനിക്ക് സമയമില്ല പറയാം. താഴത്ത് എല്ലാ ഗുരുക്കന്മാരും എപ്പോഴും നൈസായിരിക്കണമെന്നില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ കുഞ്ഞി സർക്കാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അംബാനിയുടെ കല്യാണത്തിന് എന്നെ വിളിച്ച കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തോന്നി, അതിന് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ഇട്ടാൽ വെറുതെ എന്തെങ്കിലും ഒരു കോട്ടൊക്കെ എഴുതിയ പോസ്റ്റ് ഇട്ടാൽ മാക്സിമം കിട്ടുന്ന ലൈക്ക് 25,000 ഒക്കെയാണ്. ഞാനിതിൽ കുറിപ്പ് എഴുതിയിടുമ്പോൾ അത് 1,70,000 ഒക്കെ പോകുന്നു. കൊച്ചു കുറിപ്പുകളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ മൊത്തം 2018 തുടങ്ങി ഇന്ന് വരെ പോസ്റ്റിൽ എഴുതിയപ്പോൾ 70 കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടൊരു ഇങ്ങനെ മറക്കാവുന്ന ഒരു പുസ്തകമാണ്. ഒരു ദിവസം ഒരെണ്ണം വായിച്ചാൽ മതി. ഇത് എന്തെങ്കിലും സാധനം എടുക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെ സാധനം ഇപ്പോ ഒരു ഫൺ പെർസ്പെക്റ്റീവ്, ഹ്യൂമർ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒന്നില്ലേ, അതുപോലെ വിചാരിക്കാത്ത തരത്തിൽ കയറി വരുന്ന, എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന എന്തിനേയും
ഒരു ഹ്യൂമറസ് പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതിയ ഒരു ബുക്ക് ഇറക്കണമെന്നുണ്ട്. വീട്ടിൽ ഈ അടുത്തിറക്കാണ് അലക്സ വാങ്ങിച്ചത്. അപ്പൻ എന്നോടൊക്കെ സംസാരിക്കണമെന്ന് അലക്സയോട് സംസാരിക്കുന്നത്. ഹൂ ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇതൊക്കെയാണ് അലക്സയോട് ചോദിക്കുന്നത്. അപ്പൊ അത് ഞാനല്ല, അലക്സയാണ്. പ്ലേ ഹോളി മാസ്. ഈ അലക്സയിൽ ഹോളി മാസം ഒന്നുമില്ലല്ലോ. അപ്പന്റെ വിചാരം സെക്സ് വഴി ബാക്കിയൊക്കെ അതിനകത്ത് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞുകാർക്ക് എഴുതുന്ന ഒരു ബുക്ക് മനസ്സിലുണ്ട്. ഹ്യൂമറിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ആസ് എ റൈറ്റർ ഞാൻ കാണുന്ന ഫ്യൂച്ചർ. സർക്കാസത്തിലൂടെ കുറിച്ച് ആരെങ്കിലും ഡീൽ ചെയ്യാവുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം. നമ്മളെ സ്നേഹിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. വെറുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല. എനിക്കെന്താ അവനെ ഇഷ്ടമല്ല, എന്തുകൊണ്ട് അറിഞ്ഞൂടാ, അങ്ങനെയുള്ളവരില്ലേ? ഇല്ലേ? ഞാനൊരിടയ്ക്ക് കരിക്ക് വീഡിയോസ് കാണില്ലായിരുന്നു പണ്ട്. ഇവരെന്താ എല്ലാവരും ഈ കരിക്ക് എന്തോന്ന് കരിക്ക് എന്തുകൊണ്ടാ അറിഞ്ഞൂടാ. പിന്നീട് ഒരിക്കൽ ഓർമ്മ കാണാൻ കരുതി. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദം. ജോർജ് എന്റെ വളരെ അടുത്ത ഫ്രണ്ടായി. ആ ടീമിനെ എനിക്കറിയാം. അപ്പൊ നമ്മൾ എന്തായാലും മനുഷ്യർ വെറുക്കും. ഞാൻ എന്റെ ബുക്കുകളെ കുറിച്ചും എന്റെ വീഡിയോസിനെ കുറിച്ചും ഞാൻ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും പറയാത്ത കാര്യങ്ങൾ. പിന്നെ നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇപ്പൊ ജിസ് ജോയ് കഴിഞ്ഞ ദിവസം തലവന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, സക്സസ് ഡേ സെലിബ്രേഷൻ. അപ്പൊ എന്റെ ആങ്കർ വിളിച്ച് പറഞ്ഞത് ഇനി നമുക്ക് കുറച്ച് മോട്ടിവേഷൻ ആണ്. സക്സസ് സെലിബ്രേഷന്റെ ഇടയ്ക്ക് 65 ദിവസത്തെ സിനിമയ്ക്ക് എന്റെ മോട്ടിവേഷൻ. ഇനിയും നിങ്ങൾ മനസ്സ് വിചാരിച്ച 100 ഇന്ന് വരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് എന്റെ പേര്. ഒരു ഐഡിയ ഇല്ല. മോട്ടിവേറ്ററെ, ജനറേറ്ററെ, കാർബോറേറ്ററെ എന്നൊക്കെ വിളിക്കണമെങ്കിൽ മോട്ടിവേറ്റർ. എവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഹായ് മോട്ടിവേഷൻ. അപ്പൊ എന്റെ ബുക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന എന്റെ താഴ്ത്തി ഞാൻ ഈ മോട്ടിവേഷൻ ബുക്സ് ഒന്നും വായിക്കാറില്ല. എടോ വായിച്ചു നോക്കിട്ട് പറ, അത് തുണ്ടുകഥയൊക്കെ ഉണ്ട്. പിന്നെ മനസ്സിലാക്കി ലോകം ഇങ്ങനെയാണ്. നമ്മളൊരു ഇന്നത്തെ കാലത്ത് കമന്റിനെ വെച്ചിട്ടാണ് കോണ്ടന്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഒരാൾ റിസർച്ച് നടത്തി ഒരു കാര്യം കണ്ടെത്തി, 20 വർഷം ആൾ റിസർച്ച് നടത്തിയിട്ട് ഒരു ഫൈൻഡിങ്സ് അയാൾ പോസ്റ്റ് ചെയ്യുന്നു. താഴത്തെ ഒരാൾ ദിസ് ഈസ് ബുൾഷിറ്റ്, ഐ നോ ഹിം പേഴ്സണലി. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിൽ മാറില്ലേ. എന്നെ കുവൈറ്റിൽ പ്രോഗ്രാമിൽ വിളിച്ചു. അപ്പൊ സ്ഥിരം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ. സാർ ട്രാവൽ എങ്ങനെയാണ്, ബിസിനസ് ക്ലാസ് തന്നെ വേണമെന്നുണ്ടോ, നമ്മൾ അക്കൗണ്ടിൽ തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടോ. ഒരു സ്ഥലത്ത് കുവൈറ്റിൽ വിളിച്ചു, സാർ വെള്ളം അറേഞ്ച് ചെയ്ത് എന്ത് ടൈപ്പാണ് വേണ്ടത്, മദ്യം. എന്താണ്? അല്ല സാറിന്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ നമ്മുടെ നാട്ടുകാരനാണ്, സാറ് കഴിക്കും എന്ന് പറഞ്ഞു. ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? അവന്റെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയാണെങ്കിലും എന്റെ കൂടെ പഠിച്ചതോ സീനിയറോ. ഞാൻ 10ാം ക്ലാസ് സെമിനാരിൽ പോയിട്ടുള്ള ആളാണ്. എന്റെ അപ്പന്റെ കൂടെ എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല മദ്യം. പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട് ദിവസം നല്ല അടിയാണ്, ഇപ്പോ എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് അറേഞ്ച്. ഇതുപോലെ എത്ര പേരുണ്ട്. ഞാൻ കല്യാണം വെച്ച് ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുന്നവരുണ്ട്. പ്രതിരോധിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റും. Can accept them, you can't resist. എന്നെയൊക്കെ വഴി തെരഞ്ഞെടുത്തി തന്റെ ഞാൻ മറ്റെല്ലാവരും മോട്ടിവേഷൻ പറയുന്ന ഒരുത്തനല്ലേ എന്ന് വെച്ചാൽ എവിടെ ഞാൻ മോട്ടിവേഷൻ അവർ തർക്കിയറിയാൻ. യെസ് ഐ ആം. ഇതേ പറ്റുള്ളൂ. നമുക്ക് എല്ലാവരെയും വായടപ്പിക്കാൻ പറ്റില്ല. പിന്നെ വളരെ തെറിയൊക്കെ പറഞ്ഞു വരുന്ന കമന്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് ചെയ്യാറ്. കാരണം അത് ആ തെറി ബാക്കിയുള്ളവർ വായിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. കൺസ്ട്രക്റ്റീവ് തെറിയാണെങ്കിൽ പിന്നെയും അവിടെ ഇരുന്നോട്ടെന്ന് വരുന്നത്. കാരണം ഇവനെന്ത് കോപ്പിലെ വർത്താനാണ് പറയുന്നത്, ഇതൊക്കെയാണോ ശരി? അവിടെ ഇരിക്കട്ടെ, കുറെ പേര് അതിനെ ലൈക്ക് ചെയ്യട്ടെ, പ്രോത്സാഹിപ്പിക്കട്ടെ. വി ഓൾ ആർ ഡിഫറെന്റ്. അവരവര് ബോധ്യം. എനിക്ക് ഈ ഒരു കാര്യം മാത്രം ഇദ്ദേഹം എടുത്താൽ മതി. അത് ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ സൗബിൻ വന്നിട്ട് തമിഴന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ അനിയൻ പങ്കായത്തിന് തല്ലി. അവൻ പറഞ്ഞു ഞാൻ നിന്നോസിയാ ജീവിക്കുന്നത്, നിന്നോസി. ഇപ്പൊ തമിഴൻ പറയണ എന്താ? അത് കറക്റ്റല്ലേ? എന്നോസി തന്നെയല്ലേ ജീവിക്കണം. എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ് എടുക്കേണ്ടത്. അത് പനീനായാലും ശത്രു ആയാലും ഒരാൾ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ടേ.
പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. അത് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി തെറികളെ സ്വീകരിക്കുക, പ്രതിരോധിക്കാൻ നിൽക്കരുത്. പോയിന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, എല്ലാത്തിനും അവിടെ കിടന്നോട്ടെ. തെറി ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തു. താങ്ക്സ്. 100%. ഞാനിപ്പോ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചല്ലോ. എനിക്കറിവിടെ നിങ്ങൾക്ക് എന്താ തോന്നണെന്നുള്ളത്. ഇനിയിപ്പോ ആക്ച്വലി നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടി വരും എന്താണ് ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വിജയിക്കാനുള്ള, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എല്ലാ അർത്ഥത്തിലും, ലവിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, പഠനത്തിന്റെ കാര്യത്തിൽ വിജയിക്കാമെന്ന് പറയാൻ മുമ്പോട്ട് പോവാൻ പ്രേരിപ്പിക്കുന്നതാണ് മോട്ടിവേഷൻ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞ കൂടുതലും എങ്ങനെ പരാജയത്തെ സ്വീകരിക്കാം, തോറ്റാലും ഇപ്പൊ എന്താണ്, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റേണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ പാളിപ്പോയി വന്ന് ഞാൻ ആദ്യമേ കൺഫ്രസ് ചെയ്തും എൻ്റെ കുറവുകളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനൊരു നമ്മളെ മോട്ടിവേഷൻ ഒരു കാറ്റഗറിയിൽ പിടിച്ചേക്കാണ്. എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഒന്നര ഞാൻ കമ്പിപ്പാരത്ത് കാക്കാൻ പോണ്ടി വരും, അപ്പം എല്ലാം കള്ളനാണെന്നുള്ള പേര് കിട്ടും, മോട്ടിവേഷൻ പോയി കിട്ടുകയും. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്നെ കാണുമ്പോഴൊക്കെ ഫസ്റ്റ് ഒരു മോട്ടിവേഷൻ എന്നാണ്. ഇപ്പൊ ഞാൻ സ്വീകരിക്കണേ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ മോട്ടിവേഷൻ പുസ്തകം വായിക്കാത്തതുകൊണ്ട് ചേട്ടൻ്റെ പുസ്തകം വായിക്കാറില്ല. തൊട്ടുപോരുത്, അടിമുതൽ മുട്ടി വരെ മോട്ടിവേഷനാണ്. ആ ഏരിയ കൂടെ പോരുന്ന് ഞാൻ പറയും. ചിലപ്പോ ക്രോസ് വേർഡിൽ ഞാൻ പറയും, എന്തിനാ ചേട്ടാ സെൽഫ് ഹെൽപ്പിന്റെ അവിടെ കൊണ്ടിട്ട് എന്റെ ബുക്ക് കൊണ്ട് വെച്ചേ നോക്കിയില്ലേ, എന്നെ പോലെ ഈ ബുക്ക് സഹായിച്ചിട്ടില്ല, മാറ്റി അവിടെ കൊണ്ടുവയ്ക്കുന്നു പറയാറുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് നോ മാൻ. ഇതിപ്പോ കള്ളം മോഷ്ടിക്കും, പക്ഷെ എന്നെ കള്ളാന്ന് വിളിക്കരുതെന്ന് പറയാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഞാൻ പറയുന്നതിലൊക്കെ പണ്ടൊക്കെ ഭയങ്കര ചീപ്പ്. ഇയാൾ തുമ്മിയാൽ മോട്ടിവേഷൻ, എന്ത് ഇറിറ്റേറ്റിംഗ് ആണെന്നറിയോ അതൊക്കെ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവാനുള്ളതാണ്. പക്ഷെ അപ്പോഴും സീൻ ഇയാൾ മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കോമഡിയൻ എന്ന് പറയുമ്പോൾ ഇപ്രാഞ്ചി. ഞാൻ ടോക്ക് ഷോകൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലൈവ് ടോക്ക് ഷോ, ഇത് കുറച്ചുകൂടി ഞാൻ ഇങ്ങനെ കമ്പോസ്ഡ് ആണ്, എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടി റെസ്പെക്ട് ഉണ്ട്. ആ ഒരു കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ക്രൗഡാണല്ലോ. മറ്റേത് മോശം ക്രൗഡ് എന്ന് പറയുന്നത് എനിക്ക് എന്തും പറയാം. ഇതിനൊരു പർപ്പസ് ഉണ്ട്. ലിറ്ററേച്ചറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ എന്റെ ടോക്ക് ഷോ നിങ്ങൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അതൊരു ആക്ച്വലി ഫൺ റൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടോക്ക് ഷോയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, ടോക്ക് ഷോസ് കഴിയുമ്പോൾ എന്റെ ഫോളോവേഴ്സ് കൂടാറുണ്ട് എനിക്ക്. ആ ടോക്ക് ഷോ കൂടെ കുറെ പിള്ളേർ എനിക്ക് കിട്ടുന്ന മെസ്സേജുകളൊക്കെ കൂടുതലെന്ന് പറയുന്നത്, ചേട്ടാ ഞാൻ ആക്ച്വലി വിചാരിച്ച ചേട്ടൻ ഇങ്ങനെ എന്റെ കൂട്ടുകാരി പിടിച്ചു വലിച്ചിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ചേട്ടൻ അങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ മാറ്റും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് പണ്ട് മായാനദി സിനിമയില്ലേ, മായാനദി സിനിമ പറയുന്ന സമയത്താണ്, ആ സമയങ്ങളിലാണ് പാർവതി റിമാർക്ക് അല്ലെങ്കിലൊക്കെ മമ്മൂട്ടിക്കെതിരെയുള്ള ഒരു എതിരെന്ന് പറയാൻ പറ്റില്ല, ഒരു റിമാർക്ക് പറഞ്ഞത് കസബ സിനിമയുമായി. അപ്പൊ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഈ ഇവരിൽപ്പെട്ട ആരുടെ എന്ത് വന്നാലും ട്രോളി തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മായാനദി ആഷിഖ് കപൂറിന്റെ പടമാണ്, റിമാർക്ക് അല്ലെങ്കിലിന്റെ ഹസ്ബൻഡ്. നെഗറ്റീവ് റിവ്യൂസ് പെട്ടെന്ന് വരാൻ തുടങ്ങി. ദാറ്റ് വാസ് എ സൂപ്പർ ഹിറ്റ്. ഇപ്പൊ സഞ്ജയ് പറഞ്ഞ കാര്യമുണ്ട് ഇന്നത്തെ റൈറ്റർ, ഈ നോയ്സ് ഉണ്ടാക്കുന്ന ഒരു 10%. നോയ്സ് ഉണ്ടാക്കുന്നത് 10%. ആ 10% ഉണ്ടാക്കുന്ന നോയ്സ് ആണ് ബാക്കി 90% ആളുകൾ കേൾക്കുന്നത്. ആ നോയ്സിൽ സത്യം എന്ന് പലരും കേൾക്കുന്നില്ല. ഇതിൽ മിറക്കിൾ അത്ര തീ പിടിച്ച കോണ്ടന്റ് ആയതുകൊണ്ടാണ് ആ ട്രോളുകളും സർവൈവ് ചെയ്ത് മായാനദി ഒരു കൾട്ട് എപ്പിക് മൂവി ആയിട്ട് മാറിയത്. എന്ന് പറഞ്ഞ പോലെ എന്റെ പേര് പറയുമ്പോ 90% ഒരു 30% ആളുകൾ, എന്റെ നേരെ തിരിച്ചാൽ 90% ആളുടെ മനസ്സിൽ ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ. കാരണം ബുക്ക് വായിച്ചവരാണോ വീഡിയോ കണ്ടവരാണോ കൂടുതൽ എന്ന് വെച്ചാൽ വീഡിയോ കണ്ടവരാണ് കൂടുതലും. പിന്നെ എനിക്ക് ഏറ്റവും വിരോധം എന്നെ വിളിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്ന വീഡിയോസിന്റെ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കണ്ണീർപ്പൂവിന്റെ കവിളത്തിലൂടെയും കരയിപ്പിക്കുന്ന BJD സാധനം ഇറങ്ങും. ഞാൻ പോലും ചിലപ്പോ നമ്മളിപ്പോ ഒരാളെ കത്തി കുത്തി കൊന്നു എന്ന് പറയാൻ വരുന്നത്, എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയാണ്, എനിക്ക് അവനെ വെറുപ്പായിരുന്നു. പലതവണ എനിക്ക് കുത്തണ്ടി വന്നു, ഞാൻ കൊണ്ട് അവനെ കുത്തി കൊന്നു. അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് പോയി ചിലപ്പോ കുത്തിക്കൊന്നവനോട്
നമുക്ക് ചിലപ്പോൾ ഒരു സ്നേഹം തോന്നുണ്ടാവും. അവന് വെറുപ്പായതുകൊണ്ടല്ലേ നമുക്ക് കുത്തിയത്. മ്യൂസിക് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. കണ്ടിട്ടില്ല മറ്റേ 6-ാം നമ്പറില് ചെങ്കളം മാധവനെ ലാലട്ടൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് കളിക്കണ്ടേ, അതില് മാസ ബിജി വരും ഒറ്റക്ക് കിട്ടണം തന്നെ. ഞാൻ വരാം എന്നിട്ട് നമുക്ക് കളിക്കാന്ന് പറയുന്നത് ശ്യാം. ആ മ്യൂസിക് ചേഞ്ച് ദ പെർസ്പെക്റ്റീവ്. ഇതൊക്കെ അപ്ലോഡ് ചെയ്യൂലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന എന്ത് കോണ്ടന്റിനും ഈ BGM ഇടുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഒരു കരച്ചിൽ, ഇമോഷണൽ, മോട്ടിവേഷണൽ സാധനം കയറി വരുന്നതാണ്. അപ്പൊ ഐ എം ഹെൽപ്ലെസ്. നിങ്ങൾക്ക് ഓടിയാണെന്ന് പറയാം, മറ്റേ തീ പിടിച്ചതെന്ന് പറയാം, അയാൾ കൃത്യമായിട്ടാണേ അതിങ്ങനെയൊന്നും അല്ലാതെ പറഞ്ഞു നടന്നു. അല്ലെങ്കിൽ ജെന്യുവൻലി ആളുകളെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഋഷികേഷ് മുണ്ടാണ്, ഈ അവതാരിക എഴുതിയ ആള്. കുറച്ച് ഉറപ്പുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് ചോദിക്കും അവൻ എങ്ങനെയാണ്, അവരെ സാറിനാണ് ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചൂടാവും അല്ലാണ്ട്. പക്ഷെ അവൻ പറയുന്നതൊക്കെ അവൻ ആയി തീരാൻ ശ്രമിക്കണ കാര്യങ്ങൾ. ഓഫീസിലൊക്കെ പുള്ളി മോട്ടിവേഷൻ കൊടുക്കണം, മിണ്ടാണ്ടിരിക്കാവും. ഓഫീസിൽ അവൻ പണിയെടുത്തിട്ട് പോകും. അവൻ നിനക്കണം അവനെ ഓഫീസിൽ കണ്ടിട്ടുണ്ടോ. അവരിങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് തിരുത്തുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇനി ബുക്ക് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ബുക്ക് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ എന്ന വാക്യം ഉപേക്ഷിക്കാം. പണ്ട് മദർ തെരേസയോടൊരു അഗെയിൻസ്റ്റ് വാർ ഒരു സമരത്തിന് മുമ്പിൽ നിൽക്കുമെന്ന് ചോദിച്ചു. മദർ തെരേസ ഇല്ലെന്നാ പറഞ്ഞു. കാരണം നിങ്ങൾ ഏറ്റവും പറയുന്നത് വാർ 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 എന്നാണ്. കോൾ മീ ഫോർ എ പീസ് റാലി, ഞാൻ അതിന് വരാം. കാരണം നമ്മൾ ഏറ്റവും എഴുതുന്നത് വാർ വാർ എന്നാണ്. ഇപ്പൊ ഇദ്ദേഹം ആദ്യത്തെ വരെ എഴുതിയല്ലോ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ അതിന്റെ പങ്ക്. ആ വാക്ക് നിങ്ങൾ ഇനി എന്നെ കുറിച്ച് റെഫർ ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് എൻ്റെ ഒരു ഉത്തരവില്ല. എനിക്ക് തമാശയൊക്കെ പറഞ്ഞ് എന്നെ കണ്ടുമുട്ടുന്ന ഇടങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ നിന്ന് ഞാൻ ഈ പാടി ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്താണ് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഇതാണ് ഞാൻ.